വയനാട് ടൗൺഷിപ്പ് കൈമാറാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒരു പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. വീട് ലഭിച്ച ഒരു വീട്ടമ്മയുടെ പ്രതികരണം. വ്യക്തിപൂജകൾ ഇടതുപക്ഷം ഒരിക്കലും അംഗീകരിക്കുന്നില്ലെങ്കിലും കേരളത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെയും ഒപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയെല്ലാം ചേർത്ത് നിർത്തി അവർക്ക് ഒരു സർക്കാർ തണലായി മാറിയപ്പോൾ അവർക്ക് അക്കാര്യത്തിൽ ഒരു വിലയിരുത്തലുണ്ട്. ടൗൺഷിപ്പിലെ വീടുകൾ നറുക്കിട്ടെടുത്തതിന് ശേഷം അതിൽ ഒരു വീട്ടമ്മ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ വാചകം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വീടുകളൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി? മുഖ്യമന്ത്രിന്റെ നമ്മൾ അമ്പലങ്ങളിലല്ല പോയി കുമ്പിടണ്ടേ, നമ്മളാ മുഖ്യമന്ത്രിന്റെ കാൽക്കിലാണ് എല്ലാ ആൾക്കാരും കുമ്പിടണ്ടേ. കാരണം ആ ഒരു വ്യക്തിക്ക് ഇത്രയും നല്ലൊരു സംവിധാനം ആ മനുഷ്യർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ മന്ത്രിനെ നമ്മൾ നമിക്കുകയാണ്. അത്രയ്ക്കും ഗംഭീരാണ്. കാരണം വേറൊരു രാഷ്ട്രീയ പാർട്ടി ഏതൊരു രാഷ്ട്രീയങ്ങൾ വന്നാലും ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എനിക്ക് പറയാനുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിനെയാണ് നമിക്കുന്നത്. കേട്ടല്ലോ, കുറ്റങ്ങൾ പറയുന്നവർ അത് തുടരട്ടെ. പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിലൂടെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ എത്തുമ്പോൾ, ക്ഷേമപ്രവർത്തനങ്ങൾ എത്തുമ്പോൾ അവർ അറിയാതെ സംസാരിക്കും. അതാണ് ആ സ്ത്രീയുടെ വാക്കുകളിൽ കേട്ടത്. ടൗൺഷിപ്പിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീട് പോയി കണ്ട ആ സന്തോഷത്തിൽ അവർ ഒരു ഓൺലൈൻ ചാനലിൽ കൊടുത്ത പ്രതികരണമാണ് നിങ്ങൾ കണ്ടത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒന്നും മൈക്കിൻ്റെ മുന്നിലേക്ക് ഇവരൊന്നും വരത്തില്ല. വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഒരു സൈഡിൽ കൂടെ PR വേണ്ടി കോടികൾ വാങ്ങി പോക്കറ്റിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് എന്തൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും, അവരെ പരിക്കേൽപ്പിക്കാതെ എങ്ങനെയൊക്കെ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണല്ലോ ഭൂരിപക്ഷം മാപ്രകളും ചിന്തിക്കുന്നതും. എന്നാൽ അതിനപ്പുറത്തേക്ക് ഡിജിറ്റൽ എന്ന വിശാല ലോകത്തിലൂടെ നാട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ചെയ്തു കൊടുത്ത പ്രവർത്തനത്തിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടു നിന്നവനല്ല പറയേണ്ടത്, അത് അനുഭവിക്കുന്നവനാണ്, അത് ലഭിക്കുന്നവരാണ്. അവിടെയാണ് ഈ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ റിസൾട്ടാണ് ആവശ്യമെന്ന് പറയുന്നത്. ആ റിസൾട്ട് അതേ ഗ്രാവിറ്റിയിൽ പുറത്തേക്ക് വരാതിരിക്കാൻ മാപ്രകൾ വളരെയധികം ശ്രദ്ധ പുലർത്തുമ്പോഴും ചിലയിടങ്ങളിലൂടെ ഇത്തരം പ്രതികരണങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ പ്രചരിക്കുകയാണ്. സ്വാഭാവികം. കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ ദൈവത്തെ പോലെ കാണുന്നു എന്ന വാക്കുകളൊന്നും അംഗീകരിക്കുന്നില്ല. കാര്യം വ്യക്തിപൂജ എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടല്ല. അതുകൊണ്ട് തന്നെ അത്തരം പരാമർശങ്ങൾ ജനങ്ങളിൽ നിന്ന് വരുമ്പോൾ നാട്ടുകാർ കേൾക്കേണ്ടതുണ്ട്. കാര്യം വ്യക്തിയെ കേന്ദ്രീകരിച്ച് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചർച്ചയാകാതിരിക്കാൻ മറ്റ് വിഷയങ്ങൾ പിന്നാലെ നടന്ന് കണ്ടെത്തി അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മെറിറ്റും അത് ചർച്ചയാകാതിരിക്കാനാണല്ലോ വലിയ ശ്രമം നടക്കുന്നത്. ആ ശ്രമത്തിനിടയിൽ പുറത്തേക്ക് വരുന്ന ഇത്തരം പ്രതികരണങ്ങൾ കൂടി നാട് കേട്ടതിന് ശേഷം വിലയിരുത്തേണ്ടതുണ്ട്. ഇത് ആരെങ്കിലും പറയിച്ചതാണോ? അല്ല. സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ ദൈവതുല്യനായി മുഖ്യമന്ത്രിയെ കാണുകയാണ്. എന്തുകൊണ്ട്? എല്ലാം നഷ്ടപ്പെട്ട് ആരോരുമില്ല അഭയം എന്ന കാലത്ത് ഈ സർക്കാർ ചേർത്ത് നിർത്തുകയാണ്. അവരെ സമാധാനമായി അന്തിയുറങ്ങാൻ അവസരമുണ്ടാക്കുകയാണ്. ഇതുപോലെ തന്നെ ജനങ്ങളുടെ പണം പിരിച്ച് വലിയ പ്രലോഭന വാഗ്ദാനങ്ങൾ കൊടുത്തതിന് ശേഷം ഒരു കല്ലുപോലും ഇടാത്തവരുടെ പിന്നാലെ നടന്ന് അവരെയും വാർത്താ താരങ്ങളാക്കി കച്ചവടം നടത്തുന്ന മുതലാളിമാർ യാഥാർത്ഥ്യത്തിൽ ആരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്? ചെയ്യാത്തവനെ വീണ്ടും വീണ്ടും വാചാടോപം അടിക്കാൻ സ്പേസ് കൊടുക്കുകയാണ്. ചെയ്ത് പൂർത്തീകരിച്ചവരെ വിമർശിച്ച് ആ വിമർശനം നാട്ടുകാരെ കേൾപ്പിച്ചുകൊണ്ട് കുറച്ചു പേരെങ്കിലും തെറ്റിദ്ധരിക്കുന്നെങ്കിൽ തെറ്റിദ്ധരിക്കട്ടെ എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം മാത്രം വിലയിരുത്തിയാൽ മതി, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അതും സമയബന്ധിതമായി തന്നെ. രണ്ടുപേരെയും ആ വീക്ഷണത്തിൽ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. ഒരു കാര്യവും പറഞ്ഞത് ചെയ്യാത്തവർ പ്രതിപക്ഷവും പറഞ്ഞതൊക്കെയും നടപ്പാക്കി കാണിക്കുന്ന ഭരണപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇതുപോലുള്ള മനുഷ്യരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും. അത് പുറത്തു വരാതിരിക്കാൻ കാട്ടുന്ന നിതാന്തമായ ജാഗ്രത ജനം തിരിച്ചറിയണം. എത്ര നിങ്ങൾ മറച്ചു പിടിച്ചാലും വസ്തുതകൾ നാട് അറിയാതിരിക്കില്ല. അതിൻ്റെ തെളിവാണ് ഇങ്ങനെ ഒരു പ്രതികരണം ഇപ്പോൾ വൈറലായി പ്രചരിക്കുന്നത്.